ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഫാമിലി ആയിട്ടൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. വീക്കെൻഡ്സ് ഒക്കെ ആയപ്പോൾ എവിടെ പോകുന്നു വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സൂ ആണ് ഇന്ന് കാണിക്കുന്നത്. അജ്മാനിൽ നിന്നും ഉമ്മുൽക്കൊയിനിലേക്ക് പോകുമ്പോൾ ഫലാജൽ മുലായിൽ നിന്ന് എക്സിറ്റ് എടുത്ത് നേരെ യൂട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ രണ്ട് കൊക്കുകൾ ഇരിക്കുന്ന കാണാം. അവിടെ നേരെ എൻട്രി കാണാം. നമ്മളങ്ങനെ സൂവിലെത്തി. ഒരാൾക്ക് വരുന്നത് 25 ദറംസ് ആണ് പെർ ഹെഡിന്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മൃഗങ്ങളെ ഫീഡ് ചെയ്യിക്കാനുള്ള പുല്ലും വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു കടുവനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെയാണ് പോവുക. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് 2 ജിറാഫിനെയാണ് കേട്ടോ. ബാക്കി 2 ജിറാഫ് ബാക്കിലാണ്. അങ്ങനെ ദാ ഇവാനുവിന്റെ ബുക്കിലെ എല്ലാ അനിമൽസിനും അവൾ കണ്ട സന്തോഷത്തിലാണ് അവൾ നിൽക്കുന്നത്. ഇവാനു ദാ കൗണ്ട് ചെയ്ത് പറയുന്നുണ്ട് അവളെ ബുക്കിലുള്ള മൃഗങ്ങൾ അവളൊക്കെ ഇങ്ങനെ ഹൈറ്റ് കൂടുതലുള്ള മൃഗങ്ങളെ കുറച്ച് പേടിയായതിനെ കൊണ്ട് ഞാൻ ഇതാ വീഡിയോ എടുക്കാണ്. ബാക്കിയുള്ളവരെ ഫീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷിയാബാക്കും എയ്സയും ഫീഡ് ചെയ്യിക്കുന്നുണ്ട് ജിറാഫിനെ. ഇക്കതാ ഇവാനിനെ കൊണ്ട് ഫീഡ് ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ജിറാഫിനെ കാണുന്നത്. ഇപ്പുറത്തെ കൂട്ടിലൊരു കടുവയുണ്ട്, അത് ഞാൻ നേരത്തെ കാണിച്ചത്. അങ്ങനെ ഷിയാബാക്ക് അതാ ഫീഡ് ചെയ്യിക്കാണ്. അങ്ങനെ അടുത്ത് പോയപ്പോൾ മനസ്സിലായിട്ടോ നല്ല സഹകരണമുള്ള എനിമൽസ് ആണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല. ഹൈറ്റ് കൂടുന്തോറും മൃഗങ്ങൾക്ക് സഹകരണശേഷിയും കൂടുതലാണെന്ന് തോന്നുന്നു. ഫീഡ് ചെയ്യിക്കുമ്പോഴൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഫീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷിയാബാക്ക് അതാ ഫീഡ് ചെയ്യിക്കുകയാണ് കേട്ടോ. ഞാൻ എന്നാലും അടുത്തൊന്നും പോയില്ല. ഈ ഒരു കോമ്പൗണ്ടിൽ ജിറാഫ് മാത്രമല്ല, കുറേ മാൻകുട്ടികളും കുറെ കോഴികളും എല്ലാം ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. ഇവന് കൂട്ടായിട്ടാണെന്ന് തോന്നുന്നു. എല്ലാത്തിനും ഒരൊറ്റ കൂട്ടിൽ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. മാൻകുട്ടികളെ നമുക്ക് ഫീഡ് ചെയ്യിക്കാം, ജിറാഫിനെയാണ് എല്ലാവരും ഫീഡ് ചെയ്യിക്കുന്നത്. അങ്ങനെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ആ വഴിയിൽ കൂടെ നടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ പക്ഷിയെ ഒട്ടകപ്പക്ഷിനെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അതാ നല്ല രസമുണ്ട് ഇവരെയും കാണാൻ. ഇവാനും ഞങ്ങളൊക്കെ അതാ അടുത്ത് പോയി കാണാം. ഇവരെ നമുക്ക് ഫീഡ് ചെയ്യിക്കാം, പക്ഷെ ഇവരെ ഫീഡ് ചെയ്യിക്കാൻ അത്ര ധൈര്യം ഇല്ല. ഇവർ കൊത്തുന്നാണ് അവർ പറഞ്ഞത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ആനനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ എന്താ ഇവാനിനെ ഷിയാബാക്ക കൊണ്ടുപോവാണ്. ആ ആനയുടെ ഉള്ളിൽ കൂടി നമുക്ക് ഇറങ്ങുകയും ചെയ്യാം, പക്ഷെ ഇവാന് ചെറുതായതിനെ കൊണ്ട് ഇറക്കിയില്ല. അപ്പൊ ഈ സൂവിന്റെ ഓവറോൾ വ്യൂ ആണ് ഈ കാണുന്നത്, ഫ്രണ്ട് പോർഷൻ മാത്രം. പിന്നെ നമ്മളിവിടെ കണ്ടത് നമ്മളെ നാട്ടിലെ ഒരുപാട് പക്ഷികളെയാണ്. പരുന്ത്, മൂങ്ങ, കാക്ക. കാക്കനെ വരെ കൂട്ടിലിട്ട് കണ്ടപ്പോൾ ഞാൻ വരെ ഞെട്ടിപ്പോയി. കാക്ക ആ കൊക്ക് പുറത്താക്കിയിട്ട് ഇവിടെ ഇരിപ്പാണ്. ആകെ ഒരു കാക്കയുള്ളൂ കേട്ടോ. വേറെ കൂട്ടിൽ വേറെ കാക്കകളൊന്നുമില്ല. ഈ ഒരു കാക്ക മാത്രമേ ഉള്ളൂ. ഈ ഒരു ബോക്സ് കാലിയാണ്. അപ്പുറത്തെ ബോക്സിലാണ് മൂങ്ങുള്ളത്. ഇവിടെ കിളികളുടെ കൂടിനോട് ചേർന്ന് ഒരു ചെറിയൊരു തുരങ്കം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ പോയാൽ കുളത്തിലെ മീനുകളെ നമുക്ക് ഫീഡ് ചെയ്യിക്കാം. പക്ഷെ അവിടെ ഹൗസ്ഫുൾ ആയതിനെ കൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് കരുതി ഒട്ടകപ്പക്ഷിയുടെ വേറൊരു തരം പക്ഷിയാണിത്. എമ്മു ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ സൂവിൻ്റെ മെയിൻ അട്രാക്ഷനായ കുളം. കുളത്തിൻ്റെ മേലെ ഒരു ചെറിയൊരു ബ്രിഡ്ജും വരുന്നുണ്ട്. ഈ കുളത്തിൻ്റെ ഈ സൈഡിൽ കാണുന്ന 2 ബോക്സിലും നിറയെ അണ്ണാനുകളാണ് കേട്ടോ. ഒക്കെ നമ്മളെ നാട്ടിലെ ഒരുവിധം നമ്മളെ നാട്ടിൽ തന്നെയാണ്. ഈ ബ്രിഡ്ജിന് തൊട്ട് താഴെയാണ് അരയന്യങ്ങളും താറാവുകളും. ഒരു സൈഡ് കംപ്ലീറ്റ് മീനാണ് കേട്ടോ. ഈ മീനെയാണ് അവർ ഫീഡ് ചെയ്യിക്കുന്നത്. ആ കാണുന്ന സ്ഥലത്താണ് ഞാൻ നേരത്തെ പോയപ്പോൾ അവിടെ ആൾക്കാരുള്ളത് കൊണ്ട് തിരിച്ചു വന്നത്. നമ്മളും അങ്ങനെ ഫീഡ് ചെയ്യിക്കുകയാണ്. നമ്മൾ കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ച പുല്ല് തന്നെയാണ് കൊടുക്കുന്നത്. പുല്ല് വേണമെന്നില്ല, നമ്മൾ കൈയിട്ടാലും മീനുകൾ ഇങ്ങനെ മേലേക്ക് വരുന്നുണ്ട്. ഈ ഒരു തുരങ്കത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കൂളിംഗ് ആണ്. പുറത്തെ ചൂടൊന്നും അറിയില്ല. മേലെ ഒരു ചെറിയ വാട്ടർഫോളിനെ കൊണ്ട് വേറൊരു സ്ഥലത്ത് ചെന്ന് പെട്ട പോലെയാണ് കേട്ടോ. അങ്ങനെ മീനുകൾക്ക് ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞത് ബ്രിഡ്ജിൽ കൂടെ ഏജ് നോക്കണം കണ്ടിട്ട് ഇവാനും അങ്ങോട്ട് കടക്കാൻ നോക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് അതിനപ്പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുളം കഴിഞ്ഞാൽ വീണ്ടും കാണുന്നത് നമ്മളെ പക്ഷികൾ തന്നെയാണ്. ഇത് നമ്മളെ നാട്ടിലുള്ള എല്ലാ കഴുകനാണ്. ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് നമുക്ക് ഫീഡ് ചെയ്യാൻ അകത്ത് കയറാവുന്നതാണ്, പക്ഷെ ഞങ്ങൾ കയറിയില്ല. ഈ ഒരു കോമ്പൗണ്ടിൽ വരുന്നത് 2 മയിലുകളും നിറയെ തത്തകളും പിന്നെ നമ്മളെ നാട്ടിലെ മൈനകളുമാണ്.
അടുത്തതായി വരുന്നത് യമണ്ടൻ ആമകളാണ് കേട്ടോ. ഒരു 1.5 ആമ തന്നെ പറയാം. നല്ല വയസ്സായെന്ന് തോന്നുന്നു. ഇവരെ ഏകദേശം 50 വയസ്സിനടുത്ത് പ്രായമുണ്ടെന്നാണ് പറഞ്ഞത്. ആ ഇടയ്ക്കാണ് ഒരുത്തൻ പുല്ല് തിന്നണ കണ്ടത്. അങ്ങനെ ഞാൻ ഒരു ഇല പൊട്ടിച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. തിന്നോ ഇല്ലേ, ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആമകൾ ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ എണ്ണമൊക്കെ മണ്ണിനടിയിലും കുറേ എണ്ണം ആ സൈഡിലൊക്കെ ഒളിച്ചിരിക്കുകയാണ്. അതും നല്ല ബിഗ് സൈസുള്ള ആമകളാണ്. ഞാൻ ആ മുകളിലുള്ള മരത്തിമന്ന് 2 ഇല പൊട്ടിച്ചിട്ട് കൊടുത്തോക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് വായ തുറന്ന് കഴിക്കണ കണ്ടപ്പോൾ ഇവാനിന് പതുക്കെ പേടിയായി. അങ്ങനെ ഞാൻ ഇല വാങ്ങിച്ചിട്ട് ഞാൻ കൊടുത്തു നോക്കി. അത് സൂപ്പറായി കഴിച്ചു. അങ്ങനെ ഒരുപാട് ഇല ഞാൻ കൊടുത്തു നോക്കിട്ടോ. അത് നന്നായി കഴിക്കുന്നുണ്ട്. ഒട്ടകത്തിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എൻഡിലാണ് ഒട്ടകം ഉള്ളത്. ഒട്ടകം കണ്ടു കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ഒരു തുരങ്കാണ്. ആ തുരങ്കത്തിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അപ്പുറത്ത് എത്താൻ പറ്റും. മേലക്ക് സ്റ്റെപ്പ് കയറാം. അങ്ങനെ നമ്മൾ കയറിയപ്പോൾ അവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ നമ്മളൊന്ന് പേടിപ്പിച്ചതാണ്. തുരങ്കം ഇറങ്ങിയാൽ ഫസ്റ്റ് കാണുന്നത് നമ്മളെ കഴുതകളെയാണ്. 2-3 കഴുതകളൊക്കെ കണ്ടായിരുന്നു. അവരാരും മൈൻഡ് ചെയ്യണില്ല. കാരണം ഓപ്പോസിറ്റ് ഉള്ളത് ഭയങ്കര വലിയ മൃഗങ്ങളാണ്. അതുകൊണ്ട് തന്നെയാവണം. എന്നാലും ഞാനൊന്ന് പോയി നോക്കി. 4 കഴുതകളാണ് മൊത്തം ഉള്ളത്. ഇവരും നല്ല ഇണക്കുള്ള ടൈപ്പ് തന്നെയാണ്. ഈ ഒരു ഭാഗം കണ്ടപ്പോൾ മനസ്സിലായി ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് വൈൽഡ് അനിമൽസ് ആവുന്നു. നമ്മൾ ഫസ്റ്റ് കണ്ടത് കഴുതപ്പുലിനെയാണ്. ഒരുത്തൻ എന്താ മടി പിടിച്ചിങ്ങനെ കെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മറ്റൊരാൾ നല്ല ഹാപ്പിയിൽ നടക്കുകയാണ്. പിന്നെ നമ്മൾ സിംഹത്തിനെ കണ്ടു. പിന്നെ ഇതിനാണ് കേട്ടോ കണ്ടത്. ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കും ഇതിൻ്റെ പേരറിയില്ല. ഞാൻ കുറെ നോക്കിയായിരുന്നു, പക്ഷെ പേരറിയാതെ എനിക്ക് നിന്ന്. പിന്നെ ഇവിടെ ഒരു സിംഹമുണ്ട്. ഇവൻ ഒറ്റയ്ക്കുള്ളൂ എന്ന് തോന്നുന്നു. ഇവനൊക്കെ ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളും ഈ കൂടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്കൊരു കൈ കൊണ്ട് ടച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയും ഡിഫറൻസ് ഉള്ളൂ. നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള ആനിമൽസ് ഒന്നും അത്ര ആക്റ്റീവ് അല്ല. എല്ലാവരും കെടുക്കുകയാണ്. വൈകുന്നേരം ആയതിനെ കൊണ്ടാവാം ആരും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇവൻ മാത്രമാണ് ഈ കൂട്ടത്തിൽ ഒരു ആക്റ്റീവ് ആയത് കണ്ടത്. ഇവരെ ഓപ്പോസിറ്റ് വരുന്നത് ചെമ്മരിയാടുകളും നമ്മളെ നാട്ടിലെ സാധാ നോർമൽ ആടുകളെയും മിക്സ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ചെമ്മരിയാടിനെ കാണാനും നമ്മളെ നാട്ടിലെ ആടിനെ കാണാനും ഒത്തിരി അറബികളും ഒത്തിരി ഫിലിപ്പീൻസും ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഇവാനും ഞാനും ആടിൻ്റെ അടുത്ത് പോയിട്ട് പാട്ട് പാടി കൊടുക്കാണ്. ഇവാനും ആടിനും അത് ഗോട്ട്, അതൊക്കെ ഷീപ്പ്. ഇത് ഗോട്ട്, അത് ഷീപ്പ്. ഷീപ്പിന്റെ പാട്ട് പാടി കൊടുത്ത ശകലം നീങ്ങി ഒരു പറ്റം ചീറ്റപ്പുലികളെ നമുക്ക് കാണാൻ പറ്റൂട്ടോ. എല്ലാവരും റെസ്റ്റിംഗ് ടൈം ആണെന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ ഫീഡ് ചെയ്യുന്ന ടൈം ആവുന്നതേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതാണ് ആരും അത്ര ആക്റ്റീവ് അല്ലാത്തത്. ഇവരോട് തൊട്ട് അപ്പുറത്ത് ഒരു ചെറിയൊരു പോണ്ടുണ്ട്. ആ പോണ്ടിലാണ് നമ്മുടെ മുതലക്കുട്ടന്മാരുള്ളത്. ഒരു 3-4 എണ്ണം പേരുണ്ട്. പക്ഷെ ഇവരെല്ലാവരും പ്ലാസ്റ്റിക് പോലെ ഇനങ്ങാതെയാണ് കിടക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഒറിജിനൽ ആണെന്ന് തോന്നുന്നില്ല, പ്ലാസ്റ്റിക് ആണെന്ന്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കുറേ മുയലുകളെയും കാണാം. ഇതാ കണ്ടോ, ഞാൻ ഇവാനും പോയി നിന്നിട്ടും ഇവരെ ഈ വായ തീരെ അടയ്ക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ സ്റ്റെക്കായ പോലെ നിൽക്കണത്. ഇവനാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ ആള്. ഇവൻ്റെ അടുത്ത് കുറേ ബോളുകളും കുറേ പ്ലേ ഐറ്റംസ് കുറേ ഇട്ടിട്ടുണ്ട്. ഒരു വലിയൊരു ക്യാമ്പിലാണ് ഇവനെ കൂട്ടിൽ അടച്ചിട്ടുള്ളത്. നമ്മൾ വന്ന ടൈം അടിപൊളിയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളാണ് ഈ ആള്. ഇവരെ വിളിച്ചപ്പോൾ തന്നെ കുളത്തിൽ നിന്നൊക്കെയാണ് എല്ലാവരും ഓടി വന്നിട്ടുള്ളത്. നമ്മൾ മുൻപ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു പറഞ്ഞ മുതലകളാണ്. ഇവർക്ക് ചിക്കൻ ആണെന്ന് തോന്നുന്നു കൊടുക്കണത്. എന്തോ ഒരു ഫാസ്റ്റായിട്ട് ഇവർ കഴിക്കണമെന്ന് അറിയോ. ഇത് കണ്ടപ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി. നമ്മളിവരെ ഇടയിൽ പെട്ടാലത്തെ അവസ്ഥയാണ് കേട്ടോ നമ്മൾ ആലോചിച്ചത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവാതെ ആളുടെ ബാക്കിൽ വീണ്ടും പോയി. ആളിനി ബാക്കിയുള്ള മൃഗങ്ങളെയും ഫീഡ് ചെയ്യണത് എങ്ങനെയും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യാമറ ആയിട്ട് ആളെ പിന്നാലെ പോവാണ്. ആളിവിടുത്തെ മെയിൻ ആണെന്ന് തോന്നുന്നു. ആളെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാ മൃഗങ്ങളും
നല്ല ആക്റ്റീവ് ആവുന്നുണ്ട്. ദാ ഇവിടുത്തെ ഈ കടുവ കണ്ടോ, ഇത്ര നേരം ഉറങ്ങിയിരുന്ന ആളാണ്. ഈ ആള് വന്ന ഉടനെ തന്നെ എല്ലാവരും ആക്റ്റീവ് ആവാണ്. Come up. Go. Go. Wait. ഈ ഒരാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഇവരെ ഫീഡ് ചെയ്യിക്കുന്നത്. ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾ കൈ വരെ വെച്ച് കൊടുക്കുമ്പോഴും ഇവർ മണത്ത് നോക്കിയിട്ട് അത് കൈമേൽ ഒന്നും ചെയ്യുന്നില്ല. അത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമായി തോന്നി. ഇവരെ ഫീഡ് ചെയ്യണ ഫുഡല്ലാതെ ആളൊന്നും ചെയ്യണില്ല. പിന്നെ നമ്മൾ കണ്ടത് നമ്മളെ നാട്ടിൽ ഒരുപാട് നാടൻ കോഴികളെ, ബോട്ട് കോഴികളെ, അങ്ങനെ ഒരുപാട് കോഴികളെയാണ് കേട്ടോ കണ്ടത്. ഇവിടെ വേറൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാം. നമുക്ക് സിംഹത്തിൻ്റെ ഒപ്പം പോയി ഫോട്ടോ എടുക്കാം. അതിനുള്ള ധൈര്യം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു സെക്ഷനിൽ കയറിയില്ല. ഇവിടെ ഒരു അറബി ഫാമിലി വന്നിട്ട് ഒരു ചെറിയൊരു കുട്ടിനെയും അവർ രണ്ടുപേരും തമ്മിൽ ഇതാ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അവരെ ഇടയിൽ ഇതാ ഈ ഒരു സിംഹക്കുട്ടിനാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമുക്കത്ര ധൈര്യം ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ അതിന് മുതിർന്നില്ല. അത് നല്ലൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മൃഗങ്ങളെയും കണ്ടു. നമ്മൾ കൂട്ടത്തിൽ നമ്മളെ കരടിക്കൂട്ടനെ മാത്രം കണ്ടില്ല. അത് ആലോചിച്ച് വരുമ്പോഴേക്കും ഇതാ ഇവിടെ 2 കരടിയാണ് കേട്ടോ ഈ ഒരു സെക്ഷനിലുള്ളത്. 10 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒട്ടകത്തിൻ്റെ മേലെ ഇരുന്നിട്ട് ഈ സൂ കംപ്ലീറ്റ് ചുറ്റിക്കാണാം. ഈ ഒരു ഗോപുരത്തിൻ്റെ അടിയിൽ നല്ല റഷ് കണ്ടിട്ടാണ് നമ്മളെല്ലാവരും അങ്ങോട്ട് പോണത്. ഇവിടെയാണ് മെയിനായിട്ട് ഇവിടുത്തെ എല്ലാ ടൈപ്പ് പഞ്ചവർണ്ണ തത്തകളെയും നമുക്ക് മേലിരുത്തി ഫീഡ് ചെയ്യിക്കാൻ പറ്റുന്ന സ്പോട്ട്. ഇവിടെ നല്ല റഷാണ്. നമ്മളിതാ അങ്ങോട്ട് പോവാണ്. നമ്മളെ കൂട്ടത്തിൽ ഫസ്റ്റ് ഷിയാബാക്കാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ഞാനിതൊക്കെ കണ്ട് ലാസ്റ്റ് കയറാനാണ് വിചാരിച്ചത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ലേഡി ഇതാ 3 എണ്ണത്തിനാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എനിക്കിങ്ങനെ പേടിച്ചിട്ട് ഞാൻ ഇവാനുവിനായിട്ട് നിൽക്കുകയാണ്, കയറണോ വേണ്ടേന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഇവർ സമ്മതിക്കാത്തതിനെ കൊണ്ടാണ് ഞാനും പോയി കയറിയത്. ചെറിയ മക്കൾ തൊട്ട് വലിയവർ വരെ തലയിലും മേലും എല്ലായിടത്തും വെക്കുന്നുണ്ട്. ഞാനാകെ കയ്യിൽ മാത്രമാണ് ഹോൾഡ് ചെയ്തത്. അതും കുറേ നിർബന്ധിച്ച് പേടിച്ചിട്ടുള്ളതുകൊണ്ട് ഇവർ ലേഡി ഇതാ 3 എണ്ണത്തിനെയാണ് വെക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും വെക്കാമെന്ന് വിചാരിച്ചു. ധൈര്യം കുറെ സംഭരിച്ചു. ഏജയ്ക്ക് വെച്ച് കൊടുക്കാം. അവർക്ക് നോർമലായിട്ട് നമ്മുടെ നാട്ടിലൊരു തത്തയാണ് വെച്ച് കൊടുക്കുന്നത്. ഏജാണ് കഴുത്തിങ്ങനെ ചേച്ചിട്ടാണ് പിടിക്കുന്നത്. ഇങ്ങനെ കയറി വരുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻ വരുന്നത്. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ കയ്യിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഞാൻ നിൽക്കുന്നത് പോക്കറ്റിലാണ് ആദ്യം കുത്തിയത്. ഓക്കെ അറിയില്ല, പക്ഷെ എനിക്കിങ്ങനെ പേടിയാവുക. ഇനിയുള്ളത് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ തത്തയാണ് കേട്ടോ ഈ വൈറ്റ്. ഇവനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഇവാനിന് തൊട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവാനിന് അധികം പേടിയൊന്നുമില്ല. ഇവാനും ഓക്കെയാണ്. അങ്ങനെ ഇവാനുവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ ഷിയാബാക്ക പറയണത്. അങ്ങനെ വെച്ചപ്പോൾ ആൾക്കധികം ഇരിക്കാൻ പറ്റിയ സ്പേസ് ഇല്ലാത്തതിനെ കൊണ്ടാവാം ആളിങ്ങനെ ഇതായി. അത് കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു. പിന്നെ ആൾ ഷിയാബാക്കയുടെ പുറത്ത് പോയിരുന്നു. പക്ഷെ ഇവാൻ അത്ര കരഞ്ഞൊന്നുമില്ല. ആൾ രംഗത്തേക്ക് ഇറങ്ങാതെ ഒരാൾ മറവിൽ നിൽക്കായിരുന്നു. ആളതാ ഷിയാബാക്ക വിളിച്ച് രംഗത്തേക്ക് ഇറക്കുകയാണ്. ഞങ്ങൾ കുറെ നിർബന്ധിച്ചതിന് ശേഷമാണ് കേട്ടോ ആൾ ഇതാക്കുന്നത്.
ഇക്കയുടെ കയ്യിൽ നോർമൽ ആ ഗ്രീൻ തത്തനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇക്കാകെ 1 മിനിറ്റ് അങ്ങോട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. ആൾക്ക് പേടിയുണ്ട്, പക്ഷെ ആൾ തുറന്ന് സമ്മതിക്കാണ്ട് ഷിയാബാക്ക് അത് അങ്ങോട്ട് ഉന്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. വേണ്ട, വാങ്ങാൻ വരണ്ട എന്നൊക്കെയാണ് പറയണത്. പക്ഷെ ആൾ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ പറഞ്ഞ് ആൾ എന്താ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുമെന്ന് പറഞ്ഞിട്ട് പോയി. ഇപ്രാവശ്യം ഇവാനും ഷിയാബാക്കും തന്നെയാണ് കേട്ടോ വീണ്ടും ഈ വൈറ്റ് തത്തനെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇവാനും ഇത് അവരെ തൊടുന്നുണ്ട്. ചെറിയൊരു കൊത്തി ഇവാനിന് കിട്ടി, പക്ഷെ അത്ര വേദന ഒന്നും എടുത്തിട്ടില്ല. വേദന എടുത്താൽ വീണ്ടും അവൾ കൊത്താൻ മുതിട്ടില്ലല്ലോ. അവൾ കൈയൊക്കെ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഷിയാബാക്കൾ ഇങ്ങനെ പേടി മാറ്റാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള തത്തകളില്ലേ, പക്ഷെ ഇവരെടുക്കുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് മാത്രം ഒരു ചെറിയൊരു പേടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇത് അപ്പുറത്ത് ഇങ്ങനെ ചെറിയ മക്കളൊക്കെയാണ് ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വെച്ച് നിൽക്കുന്നത്. അങ്ങനെ എയ്സക്കും ഷിയാബാക്കും ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവനാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവനെ കാണാനും ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവരെ ഫോട്ടോ എടുക്കണ നേരം കൊണ്ട് ഏസത പിന്നിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് തൊടുന്നുണ്ട് കേട്ടോ. ഇവനക്ക് ഒരുപാട് ചോക്ലേറ്റും ലേസും എല്ലാം ഫീഡ് ചെയ്യിക്കുന്നുണ്ട്. എല്ലാ മൃഗങ്ങളെടുത്തും ഓരോ ട്രെയിനർമാർ നിൽക്കും. അതാണ് ഇവിടുത്തേക്ക് ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത്. നല്ല രസമില്ലേ കാണാൻ, പക്ഷെ ഞാൻ തൊട്ട് നോക്കിയൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഒരുപാട് പേര് കളിപ്പിക്കുന്നു, ഫോട്ടോ എടുക്കാനൊക്കെ അവൻ ഓക്കെയാണ്. കൂട്ടത്തിൽ ഇതാ ധൈര്യശാലിയായ ഇവാനും പോയി തൊടുന്നുണ്ട്. എനിക്ക് വെള്ളത്ര ധൈര്യം പോലും ഇല്ല. അങ്ങനെ നമ്മൾ സൂ കംപ്ലീറ്റ് നമ്മൾ കറങ്ങി കഴിഞ്ഞു. നമ്മൾ വീണ്ടും സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. ഈ ഒരു കൂട്ടിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു കടുവ ഉള്ളത്. ഇവനും ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.